അങ്ങനെ ജീവിച്ച രണ്ടുപേരെ പറഞ്ഞു തരട്ടെ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ടുപേർ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിൻ്റെ റസൂൽ ഖദീജ ബീബിയെ വിവാഹം കഴിക്കുമ്പോൾ നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബിക്ക് 40 വയസ്സ്. പഠിക്കുമങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീബിക്ക് 40 വയസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീബിയും നബി തങ്ങളും 25 വർഷം ജീവിച്ചു എന്ന ചരിത്രം പഠിക്കുന്നേ. അള്ളാഹുവെ, ഒരു ദിവസം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ഉമ്മയാ ഖദീജ ബീബി. കുളിച്ചൊരുങ്ങിയിട്ട് വീടിൻ്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ തൻ്റെ ഭർത്താവിനെ. നബിതങ്ങൾ വരുന്നത് കാത്തിട്ട് ഖദീജ ബീവി 65-ാമത്തെ വയസ്സിൽ, 25-ാമത്തെ വയസ്സിലല്ല, കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വീടിൻ്റെ വാതിൽ നിൽക്കുകയാ. നബിതങ്ങൾ വരുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം മടക്കിയിട്ട് ഖദീജ ബീബി സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറിയിരുന്നു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഖദീജ ബീവി അടുത്തു പോയിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം വാരി കഴിക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്കിത്തിരി വാരിത്തരുമോ നബിയെ, എനിക്കൂടെ ഒന്ന് വാരിത്തരുമോ നബിയെ? 25 വയസ്സല്ല, 65 വയസ്സുമ്മ. അള്ളാഹിൻ്റെ റസൂൽ വാരിക്കൊടുത്തു. ഖദീജ ബീബി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ നബിയെ? വാരിത്താ ഖദീജ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണമെങ്കിലും വാരിക്കൊടുത്തിട്ടുണ്ടോ ഭർത്താവ്? ചിന്തിക്ക്. ഉണ്ടോ പെങ്ങളെ? ഫ്രണ്ടിൻ്റെ വായി കുത്തി കയറ്റി കൊടുത്തിട്ടുണ്ട്, എന്നാലും കൊടുക്കില്ല. സ്വന്തം ഭാര്യയുടെ വായിൽ നബിതങ്ങൾ വാരിക്കൊടുത്തു ഖദീജയ്ക്ക് ഭക്ഷണം കഴിച്ചു. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഖദീജ ബീബി ചോദിച്ചു, നബിയെ, ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടന്നോട്ടെ? കടക്ക് ഖദീജ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. നീ എവിടാ കിടക്കണ വാപ്പ? നീ എവിടാ കിടക്കണത്? ഇന്ന് 45ഉം 50ഉം വയസ്സ് കഴിഞ്ഞ ഭർത്താവ് വേറെ റൂമിൽ, ഭാര്യ വേറെ റൂമിൽ, ഒരുമിച്ച് കിടക്കാറില്ല. വയസ്സാം കാലത്ത് കൂടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, ഇല്ലേ? എന്നാൽ വയസ്സാം കാലത്തല്ലേ കൂടെ കിടക്കണ്ടേ? ഉമ്മ ഈ പ്രായത്തിലല്ലേ കൂടെ കിടക്കണ്ടേ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മടിത്തട്ടിൽ കിടക്കുക ഖദീജ ബീവി. നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ നോക്കി ചിരിക്കുന്നേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്! സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിക്കുക, എന്തൊരു സൗന്ദര്യമാണ് നബിയെ നിങ്ങൾക്ക്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നലിച്ചിക്കേ. നബിതങ്ങളോട് ചോദിക്കുന്നു, എന്തൊരു ഗ്ലാമറാ നബിയെ? നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, കുറേ കാലമായില്ലേ കാണാൻ തുടങ്ങിയിട്ട്? തിരിച്ച് നബിതങ്ങളും വിട്ടുകൊടുത്തില്ല. അങ്ങനെ രണ്ടുപേരും, ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്? ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്? വല്ലവൻ്റെ ഭാര്യയെ പ്രണയിക്കലല്ല, വിവാഹം കഴിച്ചതിന് ശേഷം സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹിൻ്റെ റസൂലും ഖദീജ ബീവിയും അങ്ങനായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, 25 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, നബിയെ, അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയെ. അള്ളാഹിൻ്റെ റസൂല് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി ഖദീജ? എന്തേ നീ പൊരുത്തം ചോദിക്കുന്നത്? ഇന്ന് പൊരുത്തം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ നബിയേ, എൻ്റെ മരണമടുത്തെന്ന് തോന്നുന്നു നബിയേ, എൻ്റെ മരണമടുത്തു നബിയേ. അള്ളാഹിൻ്റെ റസൂലിനോട് പറയുമ്പോൾ ലോകത്തിൻ്റെ നേതാവ് തൻ്റെ കൈകൊണ്ട് ഖദീജ ബീബിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പറയല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. പെങ്ങളെ, ഖദീജ ആരാണെന്നറിയുവോ? ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലമാണ് അല്ലാഹ് ഖദീജയ്ക്ക് കൊടുക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള
ഒരു പെണ്ണിനും അങ്ങനെ ഒരു പ്രതിഫലം കിട്ടൂല. എന്താണ് പ്രതിഫലമെന്നറിയോ? സ്വർഗത്തിലൊരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാ. സ്വർഗത്തിലൊരു മുത്തുകൊണ്ട് പണിത കൊട്ടാരമാണ് അല്ലാഹ് ഖദീജ ബീബിക്ക് കൊടുക്കുന്നത്. എന്തിനാണെന്നറിയോ? 25 കൊല്ലം നബി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജ ബീബി 25 കൊല്ലം അല്ലാഹുവിൻ്റെ റസൂൽ എന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബി തങ്ങളുടെ മുമ്പിൽ ഖദീജയുടെ ശബ്ദമുയർന്നിട്ടില്ല പെങ്ങളെ. ആ ഖദീജയ്ക്ക് അല്ലാഹ് സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുന്നത് ലഭിക്കുമോ പെണ്ണേ? നിന്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ പരാതി നിന്റെ നാവാ പെണ്ണേ. ബഹുമാനിക്കാൻ പഠിക്കണം പെങ്ങള്, ബഹുമാനിക്കാൻ പഠിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് യാത്ര പറയല്ലേ ഖദീജ. എനിക്ക് നിന്നെക്കുറിച്ച് പറയാൻ പരാതിയൊന്നുമില്ല, എനിക്കൊരു പരാതിയും പറയാനില്ല. ഖദീജ ബീബി ചാടി എഴുന്നേറ്റു, നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു, നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ചെവിയിൽ ഇങ്ങനെ ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ഖദീജ ഉമ്മ പറഞ്ഞു, നബിയേ 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ച് തരുമോ നബിയേ? എനിക്ക് 3 ആഗ്രഹമാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ, എന്തേ ഖദീജ? 65 വയസ്സുകാരി നബി തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാ നബിയേ. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എൻ്റെ ശരീരം ഒരു പെണ്ണുപോലും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരു പെണ്ണുപോലും അങ്ങ് കണ്ട ശരീരം കാണരുത്, എനിക്കതിഷ്ടമല്ല. എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എൻ്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അള്ളാൻ്റെ റസൂലിനോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയേ? റസൂലുള്ള സമ്മതിക്കുകയാണ്. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എൻ്റെ മയ്യത്ത് പൊതിയുമ്പോൾ, എൻ്റെ ജനാസ പൊതിയുമ്പോ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. എൻ്റെ കഫൻ തുണിക്കകത്ത് ഈ ഷാള് വെച്ച് പൊതിയണം നബിയേ. നിങ്ങളില്ലാതെ എനിക്കുറങ്ങാൻ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കണമെങ്കിൽ നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ എനിക്കതിനകത്ത് കിടക്കാൻ കഴിയില്ല. ഇതിനാ പെണ്ണേ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ ഖബറിൽ കിടക്കുമ്പോഴും നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം. ഈ തുണി എനിക്ക് തരുമോ നബിയേ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 3ാമതായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഖബറിനകത്ത് നിങ്ങൾ ഇറങ്ങണം നബിയേ. നിങ്ങൾ വേണം എൻ്റെ ഖബറിനകത്ത് ഇറങ്ങാൻ. എൻ്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ വേണം എനിക്ക് മണ്ണ് വാരി വെക്കാറ്, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എനിക്ക് മണ്ണ് വാരി വെക്കാറ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിൻ്റെ റസൂലാണ്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം നബിതങ്ങളാ ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. നബിതങ്ങളുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചു. കഫം പുതിയ സമയമാകുമ്പോ
തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുക്കുകയാണ്, തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അവസാനത്തെ ചുംബനം കൊടുക്കുകയാ. ഖദീജ ബീബിയുടെ കഫം തുണിക്കകത്ത് ആ ഷാള് വെച്ചങ്ങ് മയ്യത്ത് പൊതിയുകയാണ്. ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങി ഖദീജയുടെ ജനാസ താങ്ങിയെടുത്തു. ഖദീജ ബീബിയുടെ ജനാസ താങ്ങിയെടുത്തു, ഖബറിനകത്തേക്ക് ഇറക്കി വെച്ചു. അള്ളാന്റെ റസൂലാണ് പിടിമണ്ണ് വാരിയത്, നബി തങ്ങളാണ് മണ്ണ് വെച്ചത്. ഖദീജ ബീബിയുടെ കഫം തുണി നനയുകയാ. അവിടുന്ന് കരഞ്ഞടോ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങള്. ആ മയ്യത്ത് ഖബറടക്കിയതോടുകൂടി തീർന്നില്ല. അള്ളാന്റെ റസൂലും മരിക്കുന്ന കാലം വരെ ഖദീജ ഖദീജ ഖദീജ. അള്ളാന്റെ റസൂലിന് ഖദീജാന മതിയായിരുന്നു. ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, എന്നാലും നബിതങ്ങൾ എപ്പോഴും പറയും എൻ്റെ ഖദീജ എങ്ങനാ, എൻ്റെ ഖദീജ ഇങ്ങനാ. അള്ളാന്റെ റസൂൽ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആയിഷാന് സഹിച്ചില്ല. പ്രായം കുറവല്ലേ. ആയിഷ ബീബി എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ദേഷ്യം വന്നിട്ട് ചോദിച്ചു, നബിയേ ഈ കിളവിയല്ലാതെ വേറെ ഒരു പെണ്ണുമില്ലേ നബിയേ? ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹം എന്തേ നബിയേ? കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാണെന്നറിയുവോ? തൻ്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചത് നബി തങ്ങൾക്ക് സഹിച്ചില്ല. അള്ളാന്റെ റസൂല് കരയുകയാ, നീയൊക്കെ എൻ്റെ ഖദീജയെ പോലെയാകില്ല. പെങ്ങളെ, ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ, ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ നബി തങ്ങൾ പറയും എൻ്റെ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ കൊണ്ടുകൊടുക്ക്. തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കാരണം ഭാര്യയുടെ കൂട്ടുകാർക്ക് പോലും ഭക്ഷണം കൊടുത്ത പ്രവാചകരാ. ഇതിനാ സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയണം സഹോദരാ, ഇങ്ങനെ ജീവിക്കാൻ കഴിയണം സഹോദരാ. ഭാര്യയ്ക്ക് ഭർത്താവ് മാതൃകയാകൂ, ഭർത്താവിന് ഭാര്യ മാതൃകയാകൂ. അങ്ങനെ പരസ്പരം മാതൃകയായി ജീവിച്ച റബ്ബേ മക്കള് നന്നാകുമടോ. നല്ല മക്കളുണ്ടാകുന്നത് അവിടെ നിന്നാണ്. ഈ നബിതങ്ങളുടെയും ഖദീജയുടെയും മകളാണ് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ഈ ഖദീജയുടെ മകളല്ലേ, ഈ നബിതങ്ങളുടെ മകളല്ലേ, ഈ ഉപ്പയുടെയും ഉമ്മയുടെയും മകളാണ് ഫാത്തിമ ബീബി. നിന്നെ പോലെ 50 കൊല്ലമൊന്നും ജീവിച്ചില്ല പെങ്ങള്. 29ാമത്തെ വയസ്സിലാ ഖദീജയുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 29ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ഫാത്തിമ ബീബിയുടെ മരണമെടുത്തപ്പോ ഫാത്തിമയും തൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് 3 വസിയത്താ. ഒന്നാമത്തെ വസിയത്ത്, അലിയേ ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് രാത്രിയിൽ വേണം ഖബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അലിയേ എൻ്റെ മയ്യത്ത് പൊതിയുന്നത്, മയ്യത്ത് ചുമക്കുന്നത്, മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ് അലിയേ. എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. 2 അലിയേ, രണ്ടാമത് നിങ്ങളൊരു വിവാഹം കഴിക്കണേ അലിയേ. ഫാത്തിമയുടെ 2ാമത്തെ വസിയത്താണ്, രണ്ടാമത് നിങ്ങളൊരു വിവാഹം കഴിക്കണം. 3 എൻ്റെ മക്കളെ തല്ലല്ലേ, എൻ്റെ ഹസനിനെയും ഹുസൈനിനെയും തല്ലല്ലേ, എൻ്റെ പൊന്നുമക്കളെ വേദനിപ്പിക്കല്ലേ. ഈ 3 വസിയത്താണ് ആ ഖദീജ ഉമ്മയുടെ മകളും ചെയ്തു വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്.
പാപ്പാനെയും ഉമ്മാനെയും കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലവരാകു, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകു, ഭർത്താവിന് ഭാര്യ മാതൃകയാകു, ഭാര്യയ്ക്ക് ഭർത്താവ് മാതൃകയാകു. പടച്ചവനെ അങ്ങനെ ജീവിച്ചാ നാളെ മരണപ്പെട്ടതിന് ശേഷം ഭർത്താവിനോട് ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോ ഭർത്താവ് പറയും, അവളെ പോലെ ഒരു നല്ല പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, അവളാണ് എൻ്റെ വിജയം, അവളുടെ ദുആയായിരുന്നു, അവളുടെ ബലത്തിലാ ഞാൻ നടന്നത്. ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ പറയുന്നു, ഏതോ പാതിരാത്രി വന്ന് കടന്നാലും എൻ്റെ ഇക്ക സുബഹി നിസ്കരിക്കാറുണ്ട്. ഇതുപോലെ ഒരു നല്ല മനുഷ്യന് എപ്പോഴും ഭാര്യ പറയേണ്ടത് അങ്ങനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മന്നസിന അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. 4 പേരാണ് നല്ലത് പറയേണ്ടത്. ഒന്ന് നിന്റെ കൂട്ടുകാരനാണ്, 2 നിന്റെ ഭാര്യ പറയണേ, നിന്റെ ഭർത്താവ് പറയണേ. നീ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുത്തോ, അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പമെടുത്തോ. കൊടുക്കുന്നത് കൊണ്ട് നേട്ടമല്ലാതെ നഷ്ടമൊന്നുമില്ല, കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമല്ല, നേട്ടമല്ലാതെ നഷ്ടമൊന്നുമില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, അപകട മരണങ്ങളെ തട്ടിമാറ്റും. പടച്ചവനെ, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ, പലരും പറയാറുണ്ട്, ഉസ്താദേ രോഗിയാണ്, ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല. പെങ്ങളെ മാറണോ, പെങ്ങളെ മാറണോ? അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബിതങ്ങളുടെ 63ാമത്തെ വയസ്സിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ പ്രവാചകന്റെ മരണവാർത്ത അറിയുന്നവർ നിലവിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്നറിയുമ്പോൾ പ്രായമുള്ളവരാകട്ടെ, ചെറുപ്പക്കാരാകട്ടെ, കുട്ടികളാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പെട്ടെന്നറിയുമ്പോൾ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, മസ്ജിദുൻ നബവിയിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പടച്ചവനെ ഒരു മനുഷ്യനും താങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോലും ഒരാളില്ല. കരയല്ലേ എന്ന് പറയാൻ, ഈ നാട്ടിലൊരു മരണം സംഭവിച്ചാൽ ഈ നാട് മുഴുവനും കരയാറില്ല. പടച്ചവനെ ആരെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിപ്പിക്കാൻ കാണുമല്ലോ. എന്നാൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ഒരാൾ പോലും കരയല്ലേ എന്ന് പറയാൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. കാരണം മദീന മുഴുവനും കരയുകയാണ്, എല്ലാവരും കരയുകയാണ്. കരയല്ലേ എന്ന് പറയേണ്ടവർ പോലും കരയുകയാണ്. മഹാനായ സയ്യിദുനാ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നാട്ടിൽ തന്നെയില്ല. ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ആരെങ്കിലും എന്റെ പ്രവാചകൻ വഫാത്തായെന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് പടച്ചവനെ സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ അതാ ഉമർ തങ്ങൾ നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാ. പടച്ചവനെ, അലിയാരി തങ്ങളെ തളർന്നു കിടക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ അനങ്ങുന്നില്ല. എല്ലാവരും കരച്ചലാണ്. എല്ലാ സഹാബികളും കരച്ചലാണ്. നിയന്ത്രിക്കാൻ ആളില്ല. പടച്ചവനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ചയാണ് വഫാത്തായത്. ആ പ്രവാചകന്റെ ജനാസ തിങ്കൾ കഴിഞ്ഞു, ചൊവ്വ കഴിഞ്ഞു, ബുധനാഴ്ചയായി. പടച്ചവനെ, ആ ജനാസ എവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കാനുള്ള കാരണമെന്നറിയോ? പടച്ചവനെ, നേതാവില്ല. അതാ നിയന്ത്രിക്കാൻ ഒരാളില്ല. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാളില്ല. മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്? എവിടെയാണ് ഖബർ കുഴിക്കേണ്ടത്? ആരാണ് ഖബറടക്കേണ്ടത്? പടച്ചവനെ, കഫം പൊതിയേണ്ടത് ആരാണ്? മയ്യത്ത് നിസ്കരിക്കണോ ഒറ്റയ്ക്ക് നിസ്കരിക്കണോ? ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല. അത് കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ ജനാസ ഇങ്ങനെ വെച്ചിരിക്കുകയാ. പടച്ച റബ്ബേ, അവസാനം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ ഏറ്റവും ലോലമായ ഹൃദയമുള്ള സഹാബിയാണ്. പടച്ചവന് അല്ലാഹു വന്ന് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ വീടിനകത്തേക്ക് കയറി. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ചവനെ, അവിടുന്ന് ഒരു നേതാവ് കടന്നു വരികയാണ്. ഒരു നേതൃത്വം കടന്നു വരികയാണ്. അവിടുന്ന് പടച്ചവനെ പ്രഖ്യാപിക്കുകയാണ്, ഒരു പ്രവാചകൻ എവിടാണോ മരണപ്പെടുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. പടച്ചവനെ, ആരാണ് ഖബർ കുഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. കുളിപ്പിക്കേണ്ടത് ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രവാചകന്മാരുടെ ഇമാമത്ത് ജമാഅത്ത്, പ്രവാചകന്മാരുടെ മയ്യത്ത് നമസ്കാരം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ പടച്ചവനെ, ബുധനാഴ്ച വൈകുന്നേരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ എവിടെന്ന് ഖബറടക്കുകയാ. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഭരണാധികാരിയായി പടച്ചവനെ രാജ്യം ഭരിക്കുകയാണ്. നല്ല നിലയിൽ ഭരണം നടക്കുകയാണ്. 2 വർഷവും 3 മാസവുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫയായിട്ടിരുന്നത്. പടച്ചവനെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. തന്റെ മരണമടുത്തെന്ന് മനസ്സിലാവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചിന്തിച്ചു, രണ്ടാമതൊരു ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. ഞാൻ മരണപ്പെട്ടാൽ രണ്ടാമതൊരു ഖലീഫ വേണമല്ലോ. നേതാവില്ലെങ്കിൽ നബി തങ്ങളുടെ ജനാസ വെച്ചതുപോലെ പ്രയാസമാകുമല്ലോ തമ്പുരാന്. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നതെന്നറിയുമോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ് കടന്നു വന്നത്. പടച്ചവനെ, കൂടുതലൊന്നും ചിന്തിക്കേണ്ടതില്ലായിരുന്നു. അതാ ഉമറിന്റെ പേരാണ് മനസ്സിൽ കടന്നു വന്നത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാഹുവേ, എനിക്ക് ഉമറിനെ വല്ലാത്ത പരിചയമില്ല. ഒരുപാട് വലിയ പരിചയമൊന്നുമില്ല. സാധാരണ കാണുന്നത് പോലെ ഉമറിനെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. നബി തങ്ങളുടെ കൂടെ കണ്ടിട്ടുണ്ട്. പടച്ചവനെ, ഉമർ തങ്ങളെ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ നല്ലവനാണോ?
പരസ്യമായ ജീവിതത്തിൽ ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമർ നല്ലവനാണോ മോശക്കാരനാണോ എനിക്കറിയില്ലല്ലോ അല്ലാ. നല്ലവനല്ലെങ്കിൽ അധികാരം കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ തീരുമാനിച്ചു. ഉമറിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്തെന്നറിയുമോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാ. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാണ്. എന്തിനാണ് ഉസ്മാൻ തങ്ങളെ വിളിച്ചതെന്നറിയുമോ? ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഉസ്മാൻ. രണ്ടുപേരും വല്ലാത്ത കൂട്ടുകാരാണ്, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഒരു കൂട്ടുകാരനെ കുറിച്ച് അറിയണമെങ്കിൽ രണ്ടാമത്തെ കൂട്ടുകാരനോട് ചോദിച്ചാ മതിയല്ലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, ഉസ്മാനേ, എന്റെ മരണമെടുത്തിരിക്കുന്നു ഉസ്മാൻ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് ഉമറിനെ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല. നിനക്കറിയാം ഉസ്മാൻ, നീ ഉമറിന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ആരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമറിന്റെ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കൂട്ടുകാരനായ ഉസ്മാൻ തങ്ങളോട് ചോദിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ആ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഉമർ നല്ലവനാണ്. ഉമർ പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും ഉമർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ആണയിട്ട് സത്യം ചെയ്തിട്ട് പറയുകയാ, ഉമർ നല്ലവനാണ്, ഉമർ നല്ലവനാണ്. ഞാൻ സാക്ഷി നിൽക്കുകയാണ്. ഈ വാഴ കേൾക്കാമെന്ന മുസ്ലിമേ, നീ മരണപ്പെട്ടതിന് ശേഷം നീ നല്ലവനായിരുന്നു എന്ന് അല്ലാഹുവിനോട് സാക്ഷി പറയേണ്ട ഒന്നാമത്തെ ആളാരാണെന്നറിയുമോ? നിന്റെ കൂടെ നടന്ന നിന്റെ കൂട്ടുകാരനാ. പെങ്ങളെ, നിന്റെ കൂടെ നടന്ന കൂട്ടുകാരി വേണം നിന്നെ കുറിച്ച് നല്ലത് പറയാറ്. പറയുമോ സഹോദരാ? ഈ വാഴ കേൾക്കാമെന്നിരിക്കുന്ന ചെറുപ്പക്കാരും പ്രായമുള്ളവരും ആടും പെണ്ണുമെന്ന് ചിന്തിക്കടോ. അങ്ങനെ പടച്ച റബ്ബിന്റെ മുമ്പില് നീ നല്ലവനാണെന്ന് സാക്ഷി പറയാൻ, നീ നല്ലവനായിരുന്നു എന്ന് സാക്ഷി പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ സഹോദരാ? നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, നമുക്കൊരുപാട് ഫ്രണ്ട്സുകളുണ്ട്. പക്ഷേ അവൻ ഒരിക്കലും നമ്മളെ കുറിച്ച് നല്ലത് പറയൂല. കാരണം അവൻ അറിയാം നിന്റെ എല്ലാ സ്വഭാവങ്ങളും. നീ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ, അവനുമായിട്ട് നീ ഒന്ന് വഴക്ക് കൂടി നോക്ക്. നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായിട്ട് നമ്മളൊന്ന് പിണങ്ങി നോക്കിക്കേ. നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രം മുഴുവനും അവൻ വിളിച്ചു പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകാരനതാ. എടോ, നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുവിനോട് പറയണം, നീ മരിച്ചതിന് ശേഷം പറയണം ഇവൻ നല്ലവനായിരുന്നു എന്ന്. അങ്ങനെ പറയാൻ ഒരു കൂട്ടുകാരൻ ആർക്കാവുള്ളേ? നമുക്ക് കൂട്ടുകാരനുണ്ട്, അവനാ നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചേ. അരിച്ചൊക്കെ നമ്മുടെ ഫ്രണ്ടാ. ആരും സ്വന്തമായിട്ട് വീടി വലിക്കാൻ പഠിച്ചവരല്ല. കുറ്റിവീടി എടുത്ത് വലിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരനാ.
ഇപ്പൊ കഞ്ചാവ് വരെ എത്തിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പേര് ഇവിടെ നിരന്നിരിക്കുന്നല്ലോ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഫ്രണ്ട് ചോദിച്ചോ തഹജ്ജുദ് നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നീ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഇന്നത്തെ ദിവസം ഓതിയോ എന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകാരി നിന്നോട് ചോദിച്ചോ? നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ പിഴപ്പിക്കാൻ, നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ. നല്ലവനെന്ന് പറയാൻ ആരുമില്ല. നല്ല ഒരു കൂട്ടുകാരൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ ഒരു നല്ല കൂട്ടുകാരൻ നമുക്കില്ല, ഒരു നല്ല കൂട്ടുകാരി നമുക്കില്ല. നമുക്കുള്ളതെല്ലാം ആവശ്യമില്ലാത്തത്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനാകണം നമ്മുടെ കൂട്ടുകാരൻ. കാണുമ്പോൾ ചോദിക്കണം, നിസ്കരിച്ചോ, നീ ഇന്ന് ഖുർആൻ ഓതിയോ, നീ ഇന്ന് ദിക്റ് പറഞ്ഞോ, നിന്നെ പള്ളിയിൽ കണ്ടില്ലല്ലോ ജമാഅത്തിന്. ഇങ്ങനെ ചോദിക്കുന്നവനാകണം നമ്മുടെ കൂട്ടുകാർ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? ചങ്കാണെന്ന് പറഞ്ഞാ പോടെ ചെറുപ്പക്കാരാ. നല്ല കൂട്ടുകാരൻ ആരാണെന്നറിയുമോ? ഒരു 2 ഫ്രണ്ട്സുകളെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താ. നല്ല 2 കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബി തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിലേക്ക് കടന്നുല്ലുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, വാടാ സഅദ്, ഇറങ്ങി വാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, കറങ്ങി നടക്കാനല്ല. പടച്ചവനെ, പാതിരാത്രിയിൽ ചെന്നിട്ട് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു ഇറങ്ങി വരാറ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി വന്നു. അവിടെന്ന് പറഞ്ഞു വുളുവെടുക്കാറ്. അങ്ങനെ വുളുവെടുത്തു. 2 പേരും കൂടെ ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് മുസല്ല വിരിച്ചിട്ട് 2 പേരും 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സഅദ്, നേരം വെളുത്താ നമ്മൾ 2 പേരും ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ഇനി കാണുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. അതുകൊണ്ട് നിനക്ക് എന്തു വേണോ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാ, നീ ആമീൻ പറയണേ. അങ്ങനെ 2 കൂട്ടുകാരും തീരുമാനിച്ചു. പാതിരാത്രിയിൽ നമസ്കാരം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ ഒരു നല്ല എതിരാളിയെ എനിക്ക് തരണേ അല്ലാ. അവൻ ആരോഗ്യമുള്ളവനായിരിക്കണം, യോദ്ധാവായിരിക്കണം, നേതാവായിരിക്കണം. പടച്ചവനെ, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. ആ രണാങ്കണത്തിൽ എനിക്കവനെ പരാജയപ്പെടുത്തണം. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന സ്വഹാബി ദുആ ചെയ്തത് ഇതാണ്. എന്നാ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുന്ന ദുആ എന്തെന്നറിയുമോ? നാഥാ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെന്നാ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ, കരുണയില്ലാത്ത ഒരുത്തനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്. അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം തമ്പുരാന്. അവൻ എന്റെ കൈവെട്ടി മുറിക്കണം തമ്പുരാന്. അവൻ എന്റെ കാല് വെട്ടി മുറിക്കണം തമ്പുരാന്. അവൻ എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്. അവൻ എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് ആ രണാങ്കണത്തിൽ കെട്ടി തൂക്കിയിടണമല്ലാ. എനിക്ക് അവിടെ കിടന്ന് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചു എനിക്ക് അവിടെ കിടന്ന് ഷഹീദാകണം പടച്ചവരെ. എന്നെ ജീവനോടെ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്നും മടക്കല്ലേ അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന സ്വഹാബി ദുആ ചെയ്യുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ഫ്രണ്ടിരുന്ന് ആമീൻ പറയുകയാ. 2 പേരും പിരിഞ്ഞടോ. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. യുദ്ധം അവസാനിക്കുമ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുകയാ, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഏറ്റവും വലിയ നേതാവിനെയാണ് ഞാൻ പരാജയപ്പെടുത്തിയത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരനെ കുറിച്ചാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ചങ്കിനെ കാണാറ്. ആ ഫ്രണ്ടിനെ തെരഞ്ഞു ഓടുകയാ. രണാങ്കണത്തിന്റെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോ
സുബ്ഹാനല്ലാഹ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കൈവെട്ടി മുറിച്ചിട്ടുണ്ട്, കാല് വെട്ടി മുറിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് തങ്ങളുടെ മൂക്ക് കാണുന്നില്ല, ചെവിയാണെങ്കിൽ മുറിച്ചിട്ട് ഇങ്ങനെ രണാങ്കണത്തിൽ ഇങ്ങനെ നൂലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിരിക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, സഅദേ, എനിക്ക് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ പറയാമല്ലോ, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ കാല് കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന്, എന്റെ മൂക്ക് കൊടുത്തെന്ന്. എടാ സഅദേ, നീയാണടാ എനിക്ക് സാക്ഷി, നീയാണടാ സഅദേ സാക്ഷി. എനിക്ക് വേണ്ടി നീ അല്ലാഹുവിനോട് സാക്ഷി പറയടേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ആ രണാങ്കണത്തിൽ കിടന്ന് ഷഹീദാകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നല്ല കൂട്ടുകാരനെ പറയാനുണ്ടോ? നിസ്കരിപ്പിക്കാൻ ഓർമ്മിപ്പിക്കുന്ന, പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കുന്ന, പടച്ചവനെ വഅദിന്റെ മജ്‌ലിസിൽ വിളിച്ചു കൊണ്ടുവരുന്ന, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു നല്ല ഫ്രണ്ട് നമുക്കുണ്ടോ പെങ്ങള്? ആവശ്യമില്ലാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. എടോ, ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്. നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണമല്ലോ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാണ്, ഒരു സിംഹാസനം കൊണ്ടുവന്ന് വെക്കുകയാണ്. നബി തങ്ങൾ ആ സിംഹാസനത്തിന്റെ മഹത്വം ഇങ്ങനെ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ സഹാബാ? സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്മാർക്കുള്ളതാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബാ, അത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അല്ല സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് കുതിക്കുകയാണ്, ശുഹദാക്കൾ കുതിക്കുകയാണ്. ആ സിംഹാസനമൊന്ന് കിട്ടാറ്, ആ സിംഹാസനമൊന്ന് കിട്ടാറ് പ്രവാചകന്മാര് പോലും കുതിക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആർക്കുള്ളതാ നബിയേ? സുഹദാക്കൾ കുതിക്കുന്ന, പ്രവാചകന്മാര് പോലും കുതിക്കുന്ന ആ സിംഹാസനത്തിന്റെ ഉടമയാരാണെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഖൗമന തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്കുള്ളതാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ള പ്രതിഫലമാ. പെങ്ങള്, നല്ല കൂട്ടുകാരികളെ തെരഞ്ഞെടുക്കണേ, നല്ല കൂട്ടുകാരികളെ തെരഞ്ഞെടുക്കണേ. ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത പ്രതിഫലമാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് ഞാനും നിങ്ങളും എഴുന്നേറ്റ് വരുമല്ലോ. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ. നാളെ നമ്മളെല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ സഹോദരാ. 10 മണിയായില്ലേ, ശരീരം വിയർക്കുന്നില്ലേ? എല്ലാവരും പറയുന്നത് വല്ലാത്ത ചൂടാണെന്നാ, വല്ലാത്ത ചൂടാണ് ഉസ്താദേ, സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ, വീടിനകത്തിരിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ. പെങ്ങളെ, ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഫാനിന്റെ ചുവട്ടിലിരുന്നിട്ടും നമ്മുടെ ശരീരം വിയർക്കുന്നടോ. എവിടെയാ സൂര്യൻ നിൽക്കുന്നത്? 15,15,00,000 കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. 6:30 സൂര്യൻ അസ്തമിച്ചല്ലോ. 10 മണിയായിട്ടും നമുക്ക് ചൂടാ, വല്ലാത്ത വിയർപ്പാ. എങ്കിൽ സഹോദരാ, ചൂടുള്ള നാളുണ്ടേ, കിയാമന്നാളാ,
ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള ഉമ്മ അടുക്കളയിലെ ചോറ് വെക്കുന്നവളല്ലേ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ ഒഴുകുമല്ലോ. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ കോടതിയില് നിന്റെയൊക്കെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. അതാ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാളയുടെ വായിലൂടെ പതയും നുരയും ഒഴുകുമല്ലോ. നാളെ പരലോകത്ത് വെച്ച് കാണാ മനുഷ്യന്റെ വായിൽ നിന്ന് പതയും നുരയും ഒഴുകുന്നത്. അന്ന് തലയുടെ ഒരു ചാണ് മുകളിലാട്, ഉടുതുണിയില്ലല്ലോ, ഔറത്ത് മറച്ചിട്ടില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ ബാപ്പാ, ചെമ്പിന്റെ തറയിലാ പെങ്ങള്. ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഒരു ചാട് മുകളിലേക്ക് അല്ലാഹു സൂര്യനെ ഇങ്ങ് ഇറക്കുമ്പോ അന്ന് ഭയാനകമായ ദിവസമാണ്. ആ ദിവസത്തിൽ ഒരേ ഒരു തണലേ ഉള്ളൂ. അത് ആരെവിടെയാണെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെയാ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് ഉണ്ട് വാപ്പാ, ഒരു സ്റ്റേജ് ഉണ്ട് പെങ്ങളെ. അന്ന് കസേര നിരത്തിയിട്ടിരിക്കുകയോ. ഇന്ന് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറിയിരിക്കാ, അതിലൊരു കാര്യമില്ലടോ. എന്നാ നാളെ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു സ്റ്റേജ് ഉണ്ട് വാപ്പാ. അവിടെ ഇട്ടിരിക്കുന്ന സ്റ്റേജിൽ സ്ഥാനമുള്ളത് സബഅത്തുനി യുളില്ലുഹുമുല്ലാഹ്, 7 വിവിഐപികളാണ് അന്നത്തെ ദിവസം ആ സ്റ്റേജിൽ കയറിയിരിക്കുന്നത്, അന്ന് തണലത്തിരിക്കുന്നത്. അല്ലാഹുവേ, 7 വിഭാഗമാണ്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച ഉമ്മ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുണ്ടല്ലോ, പടച്ച റബ്ബിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരുണ്ടല്ലോ, അവർക്ക് നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എവിടെ വെച്ചാ റബ്ബ് തരുന്നതെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും പടച്ചവൻ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവരുടെ അനുയായികള്, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, ശുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, നിന്റെ കൂട്ടുകാര്, നിന്റെ അയൽവാസികൾ, കോടാരി 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 വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയിലോ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ അല്ലാഹു സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാ. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാർക്ക് നാളെ അർശിന്റെ താഴ്ഭാഗത്തൊരു സ്ഥാനമുണ്ടെന്ന് നബി തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നമ്മുടെ കൂട്ടുകാരൻ നല്ലവനല്ലടോ, അവനല്ലേ നമ്മളെ പിഴപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യുമല്ലോ. നിസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനും നന്മ ചെയ്യുന്നവനും ഏത് വൃത്തികേട് ചെയ്യാനും കൂട്ടുനിൽക്കുമല്ലോ. അല്ലാഹുവേ, ഫർദിയും ഹിജാബും ഇട്ട് പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണ് കൂട്ടുകാർ
കൂട്ടുകാരനും കാമുകനും കൂടെ സംസാരിക്കുമ്പോ ഫോൺ കൊണ്ട് കൊടുക്കുന്നവളുണ്ടല്ലോ, ആരെങ്കിലും വരുന്നു എന്ന് നോക്കുന്നവരുണ്ടല്ലോ, പ്രേമിക്കാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്നവരുണ്ടല്ലോ, കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്നിറക്കുന്ന കൂട്ടുകാരികളുണ്ടല്ലോ. എടാ വിളിച്ചുകൊണ്ട് വാടാ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു വളർത്തിയ മക്കള് വിളിച്ചിറക്കിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ. ചോദിക്കുമ്പോ പറയുന്നത് ഉസ്താദേ ഫ്രണ്ട്സിന് വേണ്ടിയല്ലോ, ഫ്രണ്ട്സിന് വേണ്ടിയല്ലോ. സഹോദരാ കരയുമടാ മോനെ, വിലപിക്കും പെങ്ങള്. യാ വൈലതാ ലൈതനീ ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ,